നമസ്കാരം. 27 വർഷങ്ങൾക്ക് ശേഷം കേന്ദ്രമന്ത്രിയുടെ പരിവേഷത്തോടെ മലയാള സിനിമയുടെ സൂപ്പർ മെഗാസ്റ്റാർ സുരേഷ് ഗോപി അഥവാ SG ഇന്നലെ എറണാകുളത്ത് അമ്മയുടെ മീറ്റിംഗിൽ ആദ്യമായി പങ്കെടുക്കാനെത്തി. കരിമ്പൂച്ചകളുടെ അകമ്പടിയോടെ സുരേഷ് ഗോപി എത്തിയപ്പോൾ അവിടെ എല്ലാവരുടെയും കണ്ണുകൾ സുരേഷ് ഗോപിയിൽ തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം SGയുടെ ഒരു മാസ്മരികമായ ഒരു തിരിച്ചുവരവായിരുന്നു ഇന്നലെ കൊച്ചിയിൽ അമ്മയുടെ യോഗത്തിൽ കണ്ടത്. ഒരർത്ഥത്തിൽ അമ്മ എന്ന സംഘടനയുടെ ആദ്യ മകനായിരുന്നു സുരേഷ് ഗോപി. ജഗദീഷ്, ടിനി ടോം, നാദിർ ഷാ, ബാബുരാജ് തുടങ്ങിയ നിരവധി താരങ്ങളാണ് സുരേഷ് ഗോപിയുടെ സ്നേഹ സംഭാഷണങ്ങൾ നടത്താനും സ്വീകരിക്കാനും ഓടിയെത്തിയത്. ഇന്ത്യൻ സിനിമയിൽ അഭിനേതാക്കളുടെ ആദ്യ കൂട്ടായ്മയായി മലയാള സിനിമയിൽ രൂപം കൊണ്ട താര സംഘടന അമ്മയ്ക്ക് ആദ്യ വിത്ത് പാകിയത് VVIPയുടെ പരിവേഷത്തിൽ നിൽക്കുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് 1997 സുരേഷ് ഗോപി അമ്മയിൽ നിന്നും അകന്നുപോയത്. വർഷങ്ങൾക്ക് ശേഷം ഇടവേള ബാബുവിന്റെ ഇടപെടലിലൂടെ സംഘടനയിൽ തിരിച്ചെത്തുന്നു. അത് മാസ് എൻട്രിയുമായി 2022 ഉണർവ് എന്ന പേരിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിലേക്കാണ് സുരേഷ് ഗോപി ആദ്യമായി പിന്നെയും തിരിച്ചു വരുന്നത്. എന്നാൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് 1/4 നൂറ്റാണ്ടിന് ശേഷമാണ്. 1994 മെയ് 31 തിരുവനന്തപുരം പഞ്ചായത്ത് ഹാളിലാണ് മുതിർന്ന നടനായിരുന്ന തിക്കുരിശി സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് അമ്മ എന്ന കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 80ഓളം താരങ്ങൾ പങ്കെടുത്ത ആ കൂട്ടായ്മ രജത ജൂബിലി ആഘോഷിച്ചു കഴിയുമ്പോൾ 235 വനിതാ താരങ്ങൾ ഉൾപ്പെടെ 486 പേരുള്ള പ്രബല സംഘടനയായി വളർന്നിരിക്കുന്നു. സുരേഷ് ഗോപി, ഗണേഷ് കുമാർ, മളയംപിള്ള രാജു അഭിനേതാക്കളുടെ സംഘടന എന്ന ആശയത്തിന് വിത്ത് പാകിയത് ഇവരായിരുന്നു. അതിന് നിമിത്തമായത് സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി. ഷൂട്ടിംഗ് സെറ്റിൽ ഒരു കുപ്പി വെള്ളം ചോദിച്ചപ്പോൾ തനിക്ക് നിർമ്മാതാവിൽ നിന്നുണ്ടായ ദുരനുഭവം സുഹൃത്തുക്കളായ ഗണേഷ് കുമാറിനോടും മണിയംപിള്ള രാജുവിനോടും പങ്കുവച്ച സുരേഷ് ഗോപി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾക്കൊരു കൂട്ടായ്മ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. സംഘടനയിൽ ആദ്യ അംഗമായതും സുരേഷ് ഗോപിയാണ്. ഗണേഷ് കുമാർ രണ്ടാമതും മണിയംപിള്ള രാജു മൂന്നാമതുമായി. മൂവരും 10,000 രൂപ വീതം സ്വരുകൂട്ടി 30,000 രൂപയായിരുന്നു സംഘടനയുടെ പ്രാഥമിക മൂലധനം. തുടർന്നാണ് തിക്കുറിശിയുടെ അധ്യക്ഷതയിൽ 1994 മെയ് 31 സംഘടനയുടെ തുടക്കമായി ആദ്യ സമ്മേളനം ചേർന്നത്. ആദ്യ പ്രസിഡന്റായി സോമനും ജനറൽ സെക്രട്ടറിയായി TP മാധവനും തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത ഊഴം മധുവും ബാലചന്ദ്രൻ മേനോനുമായിരുന്നു തലപ്പത്ത്. പിന്നീടാണ് അമ്മയിലെ ഇന്നസെന്റ് യുഗത്തിന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ വർഷം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നതുവരെ 18 വർഷക്കാലത്തോളം ഇന്നസെന്റ് ആയിരുന്നു അമ്മയുടെ സാരഥി. മമ്മൂട്ടിയും മോഹൻലാലുമെല്ലാം ജനറൽ സെക്രട്ടറിമാരായി. മകന്റെ വിയോഗത്തിൽ ദുഃഖിതനായിരിക്കുന്ന സിദ്ദിഖിനോട് ആശ്വാസവാക്കുകളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. സംഘടനയുടെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ വോട്ടെടുപ്പ് തീരുന്നതിന് തൊട്ടു മുമ്പാണ് സുരേഷ് ഗോപി എത്തിയത്. തുടർന്ന് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. കേന്ദ്രമന്ത്രി പദവിയിലെത്തിയ സുരേഷ് ഗോപിയെ താരസംഘടന ആദരിക്കുകയും ചെയ്തു. സുരേഷ് ഗോപിയെ ഉപഹാരം നൽകിയാണ് അമ്മ പ്രസിഡന്റായ മോഹൻലാൽ വരവേറ്റത്. പുതുക്കിയ അംഗത്വ കാർഡ് സുരേഷ് ഗോപിക്ക് നൽകി. 3 വർഷത്തിലൊരിക്കലുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് ഇന്നലെ കൊച്ചിയിൽ നടന്നത്. താരസംഘടനയുടെ പുതിയ അംഗങ്ങളെയും ഇന്നലത്തെ യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടവേള ബാബുവിന്റെ പിൻഗാമിയായിട്ടാണ് താരം എത്തുന്നത്. ജഗദീഷും ജയന്ത് ചേർത്തലയും വൈസ് പ്രസിഡന്റായും സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ട്രഷററിയായി ഉണ്ണിമുകുന്ദനാണ് അമ്മ സംഘടനയിലെത്തിയത്.